സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. അത് നമ്മളെ കൊടി അന്ന് സ്ഥാപിക്കപ്പെട്ട കാലഘട്ടത്തിലുള്ള കൊടിയാണെന്നും നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കൊടി മാറ്റേണ്ട ഒരു ആവശ്യം നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോ ചില ആളുകൾ കൊടി മാറ്റി വെച്ചുകൊണ്ടാണ് 100ാം വാർഷികം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അഭിമാനത്തോടുകൂടി നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും, 100ാം വാർഷികം ആഘോഷിക്കാൻ അതിന് ഏറ്റവും അർഹതപ്പെട്ടവർ നമ്മൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. വായിച്ചു നോക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നാം ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന പവിത്രമായ മദീന മുനവ്വറയുടെ മുഖമുദ്രയുള്ള അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത കുങ്കുമ ധവള പതാക സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക പതാകയായി അംഗീകരിച്ചു എന്ന് ആ സമ്മേളനത്തിന്റെ തീരുമാനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വാദി ത്വയ്ബയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സമസ്തയുടെ ഭാവി വാഗ്ദാനങ്ങളായ ഭാവിയിലെ പ്രവർത്തകരായ സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകർ ഇവിടെ വെച്ച് പ്രതിജ്ഞയെടുക്കുന്നു, ഇനിയുള്ള നാളുകളിൽ ഈ പതാക ഇതിനെ മലിനമാക്കുന്നവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാനുള്ള പരിശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. ആ പതാക എന്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹോന്നതരായ നേതാക്കൾ കാത്തു സൂക്ഷിച്ച ആ സൂക്ഷ്മതയും പവിത്രതയുമുള്ള പണ്ഡിതന്മാർക്ക് മാത്രമേ അർഹതയുള്ളൂ എന്ന് വാദി ത്വയ്ബ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. അത് നമ്മളെ കൊടി അന്ന് സ്ഥാപിക്കപ്പെട്ട കാലഘട്ടത്തിലുള്ള കൊടിയാണെന്നും നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കൊടി മാറ്റേണ്ട ഒരു ആവശ്യം നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോ ചില ആളുകൾ കൊടി മാറ്റി വെച്ചുകൊണ്ടാണ് 100ാം വാർഷികം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അഭിമാനത്തോടുകൂടി നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും, 100ാം വാർഷികം ആഘോഷിക്കാൻ അതിന് ഏറ്റവും അർഹതപ്പെട്ടവർ നമ്മൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല.